ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ കഥയുടെ പേര് അവളുടെ ധൈര്യം. ധൈര്യം എന്ന് വെച്ചാൽ എന്താ? കോറേജ്. അവളുടെ ധൈര്യം, ഹെർ കോറേജ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, രാധയുടെ വീടിൻ്റെ അടുത്ത് ഒരു നദി ഉണ്ടായിരുന്നു. അപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പം കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണെന്ന്. അപ്പോൾ നമുക്ക് ഇതിനെ ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് നമുക്ക് വിളിക്കാം. കാര്യം കഴിഞ്ഞു പോയ കാര്യമായതുകൊണ്ട് സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. അപ്പം രാധയുടെ വീടിൻ്റെ അടുത്ത്, അപ്പോൾ വീടെന്ന് പറഞ്ഞാൽ നമുക്ക് ഹൗസ് എന്ന് പറയാം, ഹോം എന്ന് പറയാം. അടുത്ത്, വീടിൻ്റെ അടുത്ത്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? നിയർ രാധാസ് ഹൗസ്. രാധയുടെ വീടിൻ്റെ അടുത്ത്. അപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം, നിയർ രാധാസ് ഹൗസ്. അടുത്തെന്ന് വെച്ചാൽ എന്താ? നിയർ. ഒരു നദി. ഒരു നദി എന്ന് പറഞ്ഞാൽ എന്താ? എ റിവർ. ഉണ്ടായിരുന്നു. അപ്പം ഉണ്ടായിരുന്നു പറയുന്നത് ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ഫോമാണ്. അപ്പം നമുക്ക് ആ ഒരു രീതിയിൽ എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ there was. അപ്പം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുക, ഉണ്ടായിരുന്നു എന്ന് ഒരു സെൻറ്റൻസ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കണം അവിടെ വാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആയിരിക്കും. കാര്യം കഴിഞ്ഞു പോയൊരു കാര്യമാണ്, വെച്ചാൽ പഴയ കാര്യം. അപ്പം ഉണ്ടായിരുന്നു എന്ന് എപ്പം കണ്ടാലും ഓർത്തിരിക്കുക, വാസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ സെൻറ്റൻസ് എഴുതാമെന്ന്. അപ്പം there was a river. റിവർ എന്ന് വെച്ചാൽ എന്താ? നദി. there was a river. എവിടെയാ? നിയർ രാധാസ് ഹൗസ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? there was a river near രാധാസ് ഹൗസ്. there was a river near രാധാസ് ഹൗസ്. രാധയുടെ വീടിൻ്റെ അടുത്ത് ഒരു നദി ഉണ്ടായിരുന്നു. അപ്പം ഉണ്ടായിരുന്നു എന്ന് എഴുതാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വാസ് യൂസ് ചെയ്ത് എഴുതി. അപ്പം ഉണ്ടായിരുന്നു എന്നുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ ഇനിയെങ്കിലും കാണുമ്പോൾ ജസ്റ്റ് ഓർത്തിരിക്കുക, നമുക്കവിടെ വാസ് ഉപയോഗിച്ചിട്ട് എഴുതാൻ പറ്റും. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആകുമ്പം ഏത് ഫോം ഉപയോഗിച്ച് എഴുതാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഞാനവിടെ ഇവിടെ എഴുതാം, സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് എഴുതുന്നത്. അപ്പോൾ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? എ റിവർ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. എ റിവർ. പിന്നെ ഇവിടുത്തെ വെർബ് എന്താ? വെർബ് എന്ന് പറയുന്നത് ഇവിടെ വാസാണ്. കാര്യം നമ്മൾ പഠിച്ചു സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്, അപ്പോൾ ഓൾറെഡി നമ്മൾ ഈസ്, ഇതിൻ്റെ പ്രസൻറ്റ് ഫോം, വാസിൻ്റെ പ്രസൻറ്റ് ഫോം എന്താ? ഈസാണ്. അപ്പം ഈസിൻ്റെ വെർബിൻ്റെ പാസ്റ്റ് ഫോം, ഈസ് ഒരു വെർബാണ് ഇവിടുത്തെ, പക്ഷേ ആ ഈ വെർബിൻ്റെ ഈസിൻ്റെ പാസ്റ്റ് ഫോം എന്താ? വാസ്. അപ്പം വാസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എഴുതേണ്ടത്. സിമ്പിൾ പാസ്റ്റ് ഫോമിൽ എപ്പോഴും ഓർത്തിരിക്കുക, സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? എ റിവർ. അപ്പം എ റിവർ എന്ന് കഴിഞ്ഞിട്ട് വെർബിൻ്റെ പാസ്റ്റ് ഫോം, അപ്പം ഇവിടെ ഈസിൻ്റെ പാസ്റ്റ് ഫോമാണ് വാസ്. അപ്പം നമ്മൾ ഈസിനെ വാസ് ആക്കിയിട്ടാണ് നമ്മളിത് എഴുതിയത്. അപ്പോൾ എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. there was a river near രാധാസ് ഹൗസ്. അപ്പോൾ ഓർത്തിരിക്കുക, ഇവിടുത്തെ സബ്ജക്റ്റ് എ റിവർ, വെർബ് എന്ന് പറയുന്നത് എന്താ? വാസാണ് വെർബ്. അപ്പം പിന്നെ എപ്പോഴും ഓർത്തിരിക്കേണ്ടത്, ഉണ്ടായിരുന്നു എന്നുള്ള അടുത്തൊക്കെ നമുക്ക് വാസ് ഉപയോഗിച്ചിട്ട് എഴുതാൻ കഴിയും. അപ്പം ഇവിടെ പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലായി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് ആണ്. പിന്നെ ഈ ഒരു ഫോം ഓർത്ത് വെച്ചേക്കുക, സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. ഒരു സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഫോം ഉപയോഗിച്ച് എഴുതാം. അപ്പോൾ സബ്ജക്റ്റ് കൂടെ നമുക്ക് വെർബിൻ്റെ പാസ്റ്റ് ഫോം. അപ്പോൾ ഇവിടെ എങ്ങനെ? വെർബിൻ്റെ പാസ്റ്റ് ഫോം എന്താ? ഈസാണ് പ്രസൻറ്റ് ഫോം. ആ ഈസിനെ വാസ് ആക്കിയപ്പം പാസ്റ്റ് ഫോം ഓഫ് ദ വെർബായി. അപ്പം ഓർക്കുക, അപ്പോൾ രാധയുടെ വീടിൻ്റെ അടുത്തൊരു നദി ഉണ്ടായിരുന്നു. അപ്പോൾ there was a river near രാധാസ് ഹൗസ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ സെക്കൻഡ് പോയിന്റ്, ആ നദി വളരെ മലിനമായിരുന്നു. അപ്പം നമുക്ക് കേൾക്കുമ്പോഴേ മനസ്സിലായി, ആ മലിനമായിരുന്നു എന്ന് പറയുമ്പം ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ആ നദി, ദാറ്റ് റിവർ, വളരെ, വെരി, മലിനമായിരുന്നു, പൊള്യൂട്ടഡ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് റിവർ, ആ നദി, ദാറ്റ് റിവർ എന്ന് വെച്ചാൽ എന്താ? ആ നദി, ദാറ്റ് റിവർ വാസ് എന്തിനാണ് യൂസ് ചെയ്തത്? ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മൾ ആയിരുന്നു എന്ന് പറയേണ്ട
മലയാളം സെൻറ്റൻസ് ആണെങ്കിൽ നമുക്കൊരു വാസ് യൂസ് ചെയ്തിട്ട് നമുക്കത് ഇംഗ്ലീഷിൽ എഴുതാം. അപ്പോൾ ദാറ്റ് റിവർ വാസ് വളരെ, വളരെക്ക് ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയാം വെരി. ദാറ്റ് റിവർ വാസ് വെരി മലിനമായിരുന്നു. അപ്പോൾ നമുക്ക് എഴുതാം പൊള്യൂട്ടഡ്. ദാറ്റ് റിവർ വാസ് വെരി പൊള്യൂട്ടഡ്. ആ നദി വളരെ മലിനമായിരുന്നു. ദാറ്റ് റിവർ വാസ് വെരി പൊള്യൂട്ടഡ്. അപ്പോൾ നമ്മൾ ഈ സെൻറ്റൻസ് ഏത് ഫോം യൂസ് ചെയ്തിട്ട് എഴുതിയത്? ഞാൻ ഇവിടെ എഴുതിയേക്കാം സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സെൻറ്റൻസ് എഴുതിയത്. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് റിവർ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ പിന്നെന്താ? സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പം പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച പോലെ തന്നെ സെയിം പാസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ്. അപ്പം വാസ്, കാര്യം ഈസിൻ്റെ പാസ്റ്റ് ഫോമാണ് വാസ്. അപ്പം ഇതാണ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പം സബ്ജക്റ്റ് എന്താ? ദാറ്റ് റിവർ. സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് വാസ്. പിന്നെന്താ? വെരി പൊള്യൂട്ടഡ്. അപ്പം നമ്മൾ ഓർത്തിരിക്കുക. അപ്പം ഞാൻ ഇവിടെ ജസ്റ്റ് എഴുതിയേക്കാം. ഇവിടെ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് എന്ന് പറയുമ്പോൾ ഈസിനെ കൺവേർട്ട് ചെയ്ത് അതിനെ പാസ്റ്റ് ഫോം ആക്കിയപ്പോൾ വാസായി. അപ്പോൾ ആ വാസാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ വാസിൻ്റെ പ്രസൻറ്റ് ഫോമാണ് ഈസിൻ്റെ പാസ്റ്റ് ഫോമാണ് വാസ്. അപ്പോൾ ഇത്ര ഓർത്തിരിക്കുക. അപ്പോൾ എങ്ങനെയാണ്? ആ നദി വളരെ മലിനമായിരുന്നു. ദാറ്റ് റിവർ വാസ് വെരി പൊള്യൂട്ടഡ്. നമ്മൾ ഈ ഒരു ഫോം യൂസ് ചെയ്തിട്ടാണ് ഇത് എഴുതിയേക്കുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, നദി വൃത്തിയാക്കാൻ അവൾ തീരുമാനിച്ചു. അപ്പം ഈ ഒരു സെൻറ്റൻസ് കേൾക്കുമ്പോൾ അറിയാം തീരുമാനിച്ചു. അപ്പം ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം. അപ്പം നമുക്ക് മനസ്സിലായി ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. നമ്മൾ നേരത്തെ പഠിച്ചത് അത് തന്നെയാണ്. അപ്പം ഇതും തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ ഇതും ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? നദി വൃത്തിയാക്കാൻ. വൃത്തിയാക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? ക്ലീൻ. അപ്പോൾ തീരുമാനിക്കുക എന്ന് വെച്ചാൽ എന്താ? ഡിസൈഡ്. അപ്പം നമുക്കിതിനെ എങ്ങനെ എഴുതാൻ നോക്കാം ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസിൽ. അപ്പം എങ്ങനെയാണ്? നദി വൃത്തിയാക്കാൻ അവൾ തീരുമാനിച്ചു. ഷീ, അവൾ. അപ്പം തീരുമാനിക്കുക എന്ന് വെച്ചാൽ നമ്മൾ എന്താ എഴുതേണ്ടത്? ഡിസൈഡ്. അപ്പോൾ ഡിസൈഡ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോമാണ്. നമുക്ക് ഡിസൈഡിനെ പാസ്റ്റ് ഫോമിലാക്കി എഴുതാം. ഷീ ഡിസൈഡഡ്. തീരുമാനിച്ചു. അപ്പോൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസൈഡ് എന്ന് എഴുതിയാൽ മതി. തീരുമാനിച്ചു കഴിഞ്ഞു പോയ കാര്യമായതുകൊണ്ട് നമ്മളിവിടെ ഡിസൈഡഡ് എന്ന് എഴുതി. അപ്പം ഡിസൈഡിൻ്റെ പാസ്റ്റ് ഫോം ഡിസൈഡഡ് എന്ന് എഴുതി. അപ്പോൾ എങ്ങനെയാണ്? ഷീ ഡിസൈഡഡ്. എന്താ അവൾ തീരുമാനിച്ചത്? വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നദി. അപ്പോൾ ടു ക്ലീൻ. ഷീ ഡിസൈഡഡ് ടു ക്ലീൻ ദ റിവർ. ഷീ ഡിസൈഡഡ് ടു ക്ലീൻ ദ റിവർ. നദി വൃത്തിയാക്കാൻ അവൾ തീരുമാനിച്ചു. ഷീ ഡിസൈഡഡ് ടു ക്ലീൻ ദ റിവർ. അപ്പോൾ നമ്മളിതും എങ്ങനെ എഴുതിയത്? സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതും എഴുതിയത്. അപ്പോൾ എങ്ങനെയാണ്? ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഷീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം ഷീ. ഇപ്പോൾ സബ്ജക്റ്റ് എന്താ? ഷീ. പിന്നെന്താ നമ്മൾ യൂസ് ചെയ്യേണ്ടത്? പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്ക് തൊട്ടുമുമ്പ് പറഞ്ഞു ഡിസൈഡിൻ്റെ പ്രസൻറ്റ് ഫോമാണ് ഡിസൈഡ്. അപ്പം ഡിസൈഡഡിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി. അപ്പോൾ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ എന്തായത്? ഡിസൈഡഡ്. അപ്പം സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പം ഷീ ഡിസൈഡഡ്. അപ്പോൾ ഷീ ആണ് സബ്ജക്റ്റ്. ഡിസൈഡ് എന്ന് പറയുന്നത് ഡിസൈഡഡ് എന്ന് പറയുന്നത് വെർബാണ്. ഡിസൈഡ് എന്ന് പറയുന്നത് വെർബും ഡിസൈഡഡ് എന്ന് പറയുന്നത് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബും ആണ്. അപ്പം അത് ഓർത്ത് വെച്ചേക്കും. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതിയത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ലായിരിക്കും എന്ന് വിചാരിക്കണം. പിന്നെ ഒരു കാര്യം ഓർക്ക്, ഷീ എന്ന് പറയുന്നത് ഹീ ഷീ ഇറ്റൊക്കെ എന്താ? തേർഡ് പേഴ്സൺ സിംഗുലാർ സബ്ജക്റ്റാണ്. അപ്പോൾ അത് ഇപ്പം നിങ്ങളിത് ഈ ഒരു സെൻറ്റൻസ് വരുമ്പോൾ ഇത് മെയിനായിട്ട് ഓർത്ത് വെച്ചേക്കുക. കാര്യം സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇവിടെ എന്താ ചേഞ്ച് വരുത്തിയത് ഇവിടെ എഴുതിയേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ? ഡിസൈഡിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കി നമ്മൾ ഡിസൈഡഡ് ആക്കി. കണ്ടോ? അപ്പോൾ ഇതെങ്ങനെ ഓർത്ത് വെച്ചേക്കും ഈ ഒരു ഫോം. അപ്പോൾ നമ്മൾ ഡിസൈഡിനെ കൺവേർട്ട് ചെയ്ത് ഡിസൈഡഡ് ആക്കി പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ആക്കി. അപ്പോൾ അവിടെ ഷീ ഡിസൈഡഡ് ടു ക്ലീൻ ദ റിവർ. നദി വൃത്തിയാക്കാൻ അവൾ തീരുമാനിച്ചു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? അവളുടെ അയൽവാസികൾ അവളെ പരിഹസിച്ചു.
അപ്പോൾ നമുക്ക് മനസ്സിലായി. പരിഹസിച്ചു എന്ന് പറയുമ്പം ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം കഴിഞ്ഞു പോയ കാര്യമാണ്. പരിഹസിച്ചു, അപ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ എങ്ങനെ നമുക്കിത് എഴുതാം? അവളുടെ എന്ന് പറഞ്ഞാൽ എന്താ? ഹർ. അവൾ എന്ന് പറഞ്ഞാൽ ഷീ, അവളുടെ ഹർ. അയൽവാസികളെ നമുക്ക് എങ്ങനെ പറയാം ഇംഗ്ലീഷിൽ? നെയ്ബേഴ്സ്. അയൽവാസികൾ നെയ്ബേഴ്സ്. അപ്പോൾ അവളെ ഹർ. പരിഹസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അവളെ പരിഹസിച്ചു. ഇവിടെ പരിഹസിച്ചു എന്നാണ്. പരിഹസിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് മോക്ക് എന്ന് നമുക്ക് പറയാം, മോക്ക്. പക്ഷെ പരിഹസിച്ചു എന്ന് പറയുമ്പോൾ നമുക്കതിനെ മോക്കിൻ്റെ കൂടെ ഈഡിയും കൂടെ യൂസ് ചെയ്തിട്ട് മോക്കിന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എങ്ങനെ എഴുതാൻ നോക്കാം. അവളുടെ അയൽവാസികൾ അവളെ പരിഹസിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഹർ നെയ്ബേഴ്സ്. പരിഹസിക്കുക എന്ന് വെച്ചാൽ എന്താ? മോക്ക്. അപ്പം നമ്മൾ ഇവിടെ എഴുതാം, സ്ഥലമില്ല, ഇവിടെ എഴുതാം ഹർ നെയ്ബേഴ്സ് മോക്ക്ഡ് ഹർ. അപ്പം നമ്മുടെ ഈ മോക്കിനെ നമ്മൾ ഈഡി യൂസ് ചെയ്ത് അതിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കി, മോക്ക്ഡ് ആക്കി. അപ്പോൾ എങ്ങനെയാണ്? ഹർ നെയ്ബേഴ്സ് മോക്ക്ഡ് ഹർ. അവളുടെ അയൽവാസികൾ അവളെ പരിഹസിച്ചു. അപ്പോൾ ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമ്മൾ സെയിം ആ ഒരു ഫോം നമുക്കറിയാമല്ലോ, സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതും എഴുതിയേക്കുന്നത്, പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഹർ നെയ്ബർ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പം ഇവിടുത്തെ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് എന്ന് പറയുന്നത് മോക്ക്ഡ് ആണ്. അപ്പോൾ മോക്കിൻ്റെ പ്രസൻറ്റ് ഫോം എന്തായിരുന്നു? മോക്കിനെ നമ്മൾ പാസ്റ്റ് ഫോമിലാക്കിയപ്പോൾ മോക്ക്ഡായി. അപ്പം ഇവിടെ ഉണ്ട് സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പോൾ ഇവിടെ പാസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ് മോക്ക്ഡ്. അപ്പം സബ്ജക്റ്റാണ് ഹർ നെയ്ബർ. അപ്പം ഹർ നെയ്ബർ മോക്ക്ഡ്. അപ്പോൾ ഈ ഒരു ഫോം യൂസ് ചെയ്തിട്ടാണ്, സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഓഫ് ദ വെർബ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് എഴുതിയത്. കാര്യം എന്താ? ഇപ്പം നമ്മൾ പഠിച്ചത് മൊത്തം സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് ആണ്. ഇപ്പം ഇനി അങ്ങോട്ട് വേറെ ടെൻസസ് വരും, പക്ഷേ ഇപ്പോൾ പഠിച്ചതൊക്കെ സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അവളുടെ അയൽവാസികൾ അവളെ പരിഹസിച്ചു. ഹർ നെയ്ബേഴ്സ് മോക്ക്ഡ് ഹർ. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ ഹർ നെയ്ബേഴ്സ് എന്ന് വന്നത്? കാര്യം അവിടെ അയൽവാസികൾ കുറേ പേരുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ എസ് യൂസ് ചെയ്തത്, നെയ്ബേഴ്സ്. അപ്പോൾ എങ്ങനെയാണ്? ഹർ നെയ്ബേഴ്സ് മോക്ക്ഡ് ഹർ. അവളുടെ അയൽവാസികൾ അവളെ പരിഹസിച്ചു. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ് എന്താ? അവൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു. അപ്പം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു. അപ്പം കഴിഞ്ഞു പോയ കാര്യമാണ്. ശേഖരിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ഉടനെ മനസ്സിലായി ഇതൊരു സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് ആണെന്ന്. കാര്യം ശേഖരിച്ചു കഴിഞ്ഞു പോയ കാര്യമായുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അവൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് വേസ്റ്റ്സ് ശേഖരിക്കുക എന്ന് വെച്ചാൽ എന്താ? കളക്ട്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. അപ്പം അവൾ എന്ന് വെച്ചാൽ ഷീ കളക്റ്റഡ് ശേഖരിച്ചു. അപ്പോൾ ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ കളക്റ്റ് എന്നാണ്. ഈഡ് യൂസ് ചെയ്യാതെ കളക്റ്റ് നമുക്ക് എഴുതാം. ഇവിടെ ശേഖരിച്ചു എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ കളക്റ്റഡ് ഈഡ് യൂസ് ചെയ്തിട്ട് അതിനെ പാസ്റ്റ് ഫോമിലാക്കി എഴുതിയത്. ഷീ കളക്റ്റഡ് പ്ലാസ്റ്റിക് വേസ്റ്റ്സ്. അപ്പം അവൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു. ഷീ കളക്റ്റഡ് പ്ലാസ്റ്റിക് വേസ്റ്റ്സ്. അപ്പം ഇതും ഒരു സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് ആണ്. നമ്മളിവിടെ ഈ സെയിം ഫോം തന്നെയാണ് യൂസ് ചെയ്തിട്ട് എഴുതിയത്. സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതിയത്. അപ്പം ഇത് നമ്മളിപ്പം തൊട്ട് മുമ്പുള്ള സെൻറ്റൻസ് എല്ലാം സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് ആണ് പഠിച്ചത്. അപ്പോൾ നമുക്കിത് ഒരു ക്ലിയർ ആയിട്ട് ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലായി വരും. അതുകൊണ്ടാണ് ഞാൻ നടുക്ക് ഇത് പഠിപ്പിച്ചത്. അപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറയുമ്പം ഷീ. പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. ഇവിടെ എന്താ? ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത് കളക്റ്റഡ് ആണ്. അപ്പം ഈ കളക്റ്റഡ് എങ്ങനെയാണ് വന്നത്? കളക്റ്റിൻ്റെ പാസ്റ്റ് ഫോമാണ് കളക്റ്റഡ്. അപ്പം പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പം കളക്റ്റഡിൻ്റെ പ്രസൻറ്റ് ഫോം എന്തായിരുന്നു? കളക്റ്റ്. ആ കളക്റ്റിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കി കളക്റ്റഡ് ആക്കി. അപ്പോൾ ED യൂസ് ചെയ്തിട്ട് നമ്മളതിനെ പാസ്റ്റ് ഫോം ആക്കി. അപ്പോൾ എങ്ങനെ? നമ്മളിവിടെ ജസ്റ്റ് എഴുതിയേക്കാം നമ്മൾ എന്താ ചേഞ്ച് വരുത്തിയെന്ന്. കളക്റ്റിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കളക്റ്റഡിൻ്റെ കൂടെ നമ്മളൊരു EDയും കൂടെ യൂസ് ചെയ്തു. ഒരു ED
ഇത്രയേ ഉള്ളൂ ചേഞ്ച് വരുത്തിയത്. അപ്പം ഇത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതൊരു പാസ്റ്റ് ടെൻസ് ആയി കഴിഞ്ഞു. അപ്പം ഇ ഡി യൂസ് ചെയ്തപ്പോഴത്തേക്ക് അതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം എപ്പോഴും ഓർത്തിരിക്കുക, നമ്മൾ ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് വരുമ്പോൾ നമ്മൾ സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ് എഴുതേണ്ടതെന്ന് ഓർത്തിരിക്കും. ഇപ്പോൾ ഇവിടെ ഈസ് ആണെങ്കിൽ നമുക്ക് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ വാസാക്കും. ഇപ്പം നമ്മൾ തൊട്ടുമ്പോൾ പഠിച്ചു ഡിസൈഡ് ആയിരുന്നപ്പോൾ നമ്മൾ ഡിസൈഡഡ് ആക്കി മാറ്റി പാസ്റ്റ് ഫോമിൽ. അപ്പം ഇവിടെ കളക്റ്റിനെ നമ്മൾ കളക്റ്റഡ് ആക്കി മാറ്റി. അപ്പോൾ അതൊരു സിമ്പിൾ പാസ്റ്റ് ഫോം ആയി. അപ്പോൾ എങ്ങനെയാണ്? അവൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു. ഷീ കളക്റ്റഡ് പ്ലാസ്റ്റിക് വേസ്റ്റ്സ്. ഷീ കളക്റ്റഡ് പ്ലാസ്റ്റിക് വേസ്റ്റ്സ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിൻ്റ്, അവൾ ജാഗ്രത ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അപ്പോൾ സംഘടിപ്പിച്ചു എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം അപ്പോൾ ഇതൊരു സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് ആണ്, നമുക്ക് മനസ്സിലായി. സംഘടിപ്പിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അവൾ, ഷീ. ജാഗ്രത, ജാഗ്രത എന്ന് പറയുമ്പോൾ നമുക്ക് അവെയർനെസ് എന്ന് പറയാം. ജാഗ്രത, അവെയർനെസ്. ക്യാമ്പയിൻ, ക്യാമ്പയിൻ നമ്മൾ ഇംഗ്ലീഷിലും അത് തന്നെയാണ് എഴുതുന്നത്. അപ്പം അവൾ ജാഗ്രത ക്യാമ്പയിൻ സംഘടിപ്പിക്കുക എന്ന് വെച്ചാൽ എന്താ? ഓർഗനൈസ്. അപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചു എന്നാണ്. അപ്പം നമ്മൾ ഓർഗനൈസ്ഡ് പാസ്റ്റ് ഫോം ആക്കി നമുക്ക് എഴുതാം. അപ്പം അവൾ ജാഗ്രത ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. ഷീ ഓർഗനൈസ്ഡ്. ഞാൻ പറഞ്ഞു സംഘടിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഓർഗനൈസ്ഡ് എന്നാക്കും. കാര്യം ഓർഗനൈസിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി ഓർഗനൈസ്ഡ് എന്ന് എഴുതും. ഷീ ഓർഗനൈസ്ഡ് എൻ്റെ അവെയർനെസ്. ഇവിടെ ഇങ്ങോട്ട് എഴുതാം ബാലൻസ്. അവെയർനെസ്. ഷീ ഓർഗനൈസ്ഡ് അവെയർനെസ് ക്യാമ്പയിൻ. ക്യാമ്പയിൻ്റെ സ്പെല്ലിംഗ് എന്താ? CAMPAIGN. ക്യാമ്പയിൻ. ഇവിടെ സ്പേസ് ഇല്ല, ഇതിപ്പം സ്പേസ് ആയിപ്പോയതാണ്. CAMPAIGN ക്യാമ്പയിൻ. അപ്പം ഷീ ഓർഗനൈസ്ഡ് അവെയർനെസ് ക്യാമ്പയിൻ. അപ്പം നമുക്ക് മനസ്സിലായല്ലോ നമ്മളിത് എങ്ങനെ എഴുതിയത്. നമ്മളിത് എഴുതിയത് ഈ ഒരു ഫോം യൂസ് ചെയ്തിട്ടാണ്. നേരത്തെ തന്നെ നമുക്ക് സെയിം ഫോം സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് എഴുതിയത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ഷീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. വെർബ് എന്ന് പറയുമ്പോൾ ഓർഗനൈസ്ഡ്. അപ്പോൾ ഓർഗനൈസ്ഡിനെ നമ്മൾ ചേഞ്ച് ചെയ്താണ് ഓർഗനൈസ്ഡ് ആയത്. പാസ്റ്റ് ഫോം ഓഫ് ദി വെർബാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ എന്താ? അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു നമ്മളെങ്ങനെയാണ്. ഇപ്പോൾ നമ്മളിവിടെ ഓർഗനൈസ്ഡിനെ നമ്മൾ മാറ്റിയിട്ടാണ് ഓർഗനൈസ്ഡ് ആക്കി. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞപ്പോൾ തന്നെ പഠിച്ചു. അപ്പോൾ ജസ്റ്റ് വേണമെങ്കിൽ ഞാൻ ഇവിടെ എഴുതി വെക്കാം നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. ഓർഗനൈസ്. അപ്പോൾ ഓർഗനൈസ്ഡിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി. ഓർഗനൈസ്ഡ്. ED നമ്മൾ യൂസ് ചെയ്തു ഇവിടെ. അപ്പോൾ അത് പാസ്റ്റ് ഫോമായി. അപ്പോൾ ഷീ ഓർഗനൈസ്ഡ് അവെയർനെസ് ക്യാമ്പയിൻ. അവൾ ജാഗ്രത ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഷീ ഓർഗനൈസ്ഡ് അവെയർനെസ് ക്യാമ്പയിൻ. അവൾ ജാഗ്രത ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? കൂടുതൽ ആളുകൾ ക്യാമ്പയിനിൽ ചേർന്നു. അപ്പോൾ ചേർന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യമാണ്. ചേർന്നു. അപ്പോൾ നമുക്കറിയാം ഒരു സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് ആണെന്ന്. നമുക്ക് എങ്ങനെ എഴുതാം? കൂടുതൽ ആളുകൾ. കൂടുതൽ എന്ന് വെച്ചാൽ എന്താ? മോർ. ആളുകൾ പീപ്പിൾ. അപ്പോൾ കൂടുതൽ ആളുകൾ മോർ പീപ്പിൾ ക്യാമ്പയിനിൽ ചേരുക. ചേരുക എന്ന് വെച്ചാൽ എന്താ? ജോയിൻ. അപ്പോൾ ഇവിടെ ചേർന്നു എന്നാണ്. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ജോയിൻ്റെ പാസ്റ്റ് ഫോം നമുക്ക് എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക് നോക്കാം. കൂടുതൽ ആളുകൾ. അപ്പോൾ എങ്ങനെയാണ്? മോർ പീപ്പിൾ. കൂടുതൽ ആളുകൾ മോർ പീപ്പിൾ. അപ്പോൾ ചേരുക. അപ്പോൾ ചേരുക എന്ന് വെച്ചാൽ എന്താ? ജോയിൻ. മോർ പീപ്പിൾ. പക്ഷെ ചേർന്നു എന്നായതുകൊണ്ട് നമ്മളിവിടെ ED യൂസ് ചെയ്ത് അതിനെ പാസ്റ്റ് ഫോം ആക്കുന്നു. ജോയിൻ ഒരു പ്രസൻറ്റ് ഫോമാണ്. JOIN പ്രസൻറ്റ് ഫോം. അതിനെ ED യൂസ് ചെയ്തിട്ട് അതിനെ പ്രസൻറ്റ് പാസ്റ്റ് ഫോം ആക്കുന്നു. ജോയിൻഡ്. മോർ പീപ്പിൾ ജോയിൻഡ് ഇൻ ദ. എവിടെയാണ് ജോയിൻ ചെയ്ത്? മോർ പീപ്പിൾ ജോയിൻഡ് ഇൻ ദ ക്യാമ്പയിൻ. CAMPAIGN. ഇത് N ആണ്. സ്ട്രബ് ചെയ്തിട്ട് എഴുതാം N. CAMPAIGN. മോർ പീപ്പിൾ ജോയിൻഡ് ഇൻ ദ ക്യാമ്പയിൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. മോർ പീപ്പിൾ ജോയിൻ ദ ക്യാമ്പയിൻ. ഇങ്ങനെ എഴുതാം. ഇൻ യൂസ് ചെയ്യാതെ നമുക്ക് എഴുതാം. മോർ പീപ്പിൾ ജോയിൻ ദ ക്യാമ്പയിൻ. അപ്പോൾ ഇവിടെ ഞാൻ മോർ പീപ്പിൾ ജോയിൻഡ് ഇൻ ദ ക്യാമ്പയിൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ്? കൂടുതൽ ആളുകൾ ക്യാമ്പയിനിൽ ചേർന്നു. മോർ പീപ്പിൾ ജോയിൻഡ് ഇൻ ദ ക്യാമ്പയിൻ. അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു ഫോം സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്തിട്ടാണ് എഴുതിയത്. ജസ്റ്റ്
എല്ലാത്തിലും എഴുതിയാൽ അപ്പം നിങ്ങൾക്ക് ഒരു പെട്ടെന്ന് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റും പാസ്റ്റ് ഫോം ഓഫ് ദ വെർബും നമുക്ക് നോക്കാം. അപ്പോൾ സബ്ജക്റ്റ് മോർ പീപ്പിൾ, സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മോർ പീപ്പിൾ. പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് എന്ന് പറഞ്ഞാൽ ജോയിൻഡ്. അപ്പം നമ്മൾ പറഞ്ഞു, ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്, നമ്മൾ എന്താ ജോയിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ ജോയിൻഡ് ആക്കി, പാസ്റ്റ് ഫോമിലോട്ടാക്കി. അപ്പോൾ ജോയിൻഡ്, അപ്പം സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദി വെർബ്, സബ്ജക്റ്റ് മോർ പീപ്പിൾ ജോയിൻ പാസ്റ്റ് ഫോം ഓഫ് ദി വെർബ് എന്ന് പറയുന്നാൽ ജോയിൻഡ് ആണ്. നമ്മൾ അങ്ങനെയാണ് ഈ ഒരു ഫോം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സെൻറ്റൻസ് നമ്മൾ എഴുതിയത്. അപ്പോൾ മോർ പീപ്പിൾ ജോയിൻഡ് ഇൻ ദ ക്യാമ്പയിൻ, കൂടുതൽ ആളുകൾ ക്യാമ്പയിനിൽ ചേർന്നു. മോർ പീപ്പിൾ ജോയിൻഡ് ഇൻ ദ ക്യാമ്പയിൻ, കൂടുതൽ ആളുകൾ ക്യാമ്പയിനിൽ ചേർന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? ഫാക്ടറികൾ മാലിന്യം അനധികൃതമായി ഒഴിച്ചു. ഫാക്ടറികൾ മാലിന്യം അനധികൃതമായി ഒഴിച്ചു. നമുക്കിതെങ്ങനെ പറയാം? ഇത് നമുക്ക് മനസ്സിലായി, ഒഴിച്ചു അപ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ്, ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമ്മൾ ഇത്രയും പഠിച്ചത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, ഇന്ന് പഠിച്ചതല്ല. ഫാക്ടറികൾ മാലിന്യം അനധികൃതമായി ഒഴിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പോൾ എങ്ങനെയാണ്? മാലിന്യം എന്ന് പറഞ്ഞാൽ എന്താ? വേസ്റ്റ്. അപ്പോൾ ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ഡംപ്. ഇവിടെ പക്ഷെ ഒഴിച്ചു എന്നാണ്. അപ്പം ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ഡംപ്പാണ്. അപ്പോൾ ഒഴിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഡി യൂസ് ചെയ്ത് അതിനെ ഡംപ്പിനെ പാസ്റ്റ് ഫോം ആക്കി നമുക്ക് എഴുതാം. ഫാക്ടറികൾ മാലിന്യം അനധികൃതമായി ഒഴിച്ചു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ഫാക്ടറീസ് ഡംപ്ഡ്, ഫാക്ടറീസ് ഡംപ്ഡ്. ഇവിടെ നമ്മൾ ഡി യൂസ് ചെയ്ത് ഡംപ്പിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കി. അപ്പോൾ ഫാക്ടറീസ് ഡംപ്ഡ് വേസ്റ്റ്, മാലിന്യം വേസ്റ്റ്. എങ്ങനെയാണ്? അനധികൃതമായി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇല്ലീഗലി. അനധികൃതമായി ഇല്ലീഗലി. അപ്പോൾ എങ്ങനെയാണ്? ഫാക്ടറീസ് ഡംപ്ഡ് വേസ്റ്റ് ഇല്ലീഗലി, ഫാക്ടറികൾ മാലിന്യം അനധികൃതമായി ഒഴിച്ചു. അപ്പോൾ ഇതും സെയിം ഫോം യൂസ് ചെയ്തിട്ടാണ് എഴുതിയത്. ഞാൻ എഴുതുന്നില്ല, അതുകൊണ്ട് ഇതൊക്കെ സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്തിട്ടാണ് എഴുതിയത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ഫാക്ടറീസ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. വെർബ് എന്ന് പറയുമ്പോൾ ഡംപ്ഡ് ആണ് ഇവിടുത്തെ വെർബ്. അപ്പോൾ എങ്ങനെ? ഫാക്ടറി സബ്ജക്റ്റ് പ്ലസ് വെർബ്. അപ്പോൾ ഇവിടെ ഫാക്ടറീസ് ആണ് സബ്ജക്റ്റ്, ഡംപ്ഡ് ആണ് വെർബ്. അപ്പോൾ നമ്മൾ മറ്റേ സെയിം ഫോം യൂസ് ചെയ്തിരുന്നത്, സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത്. ഫാക്ടറീസ് ഡംപ്ഡ് വേസ്റ്റ് ഇല്ലീഗലി, ഫാക്ടറികൾ മാലിന്യം അനധികൃതമായി ഒഴിച്ചു. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? അവൾ അധികാരികൾക്ക് കത്തുകൾ എഴുതി. അപ്പം എഴുതി എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണെന്ന്. അപ്പം സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് ആണ്, നമുക്ക് മനസ്സിലായി. അപ്പം നമുക്ക് ഇതെങ്ങനെ എഴുതാൻ നോക്കാം. അവൾ, ഷീ. അധികാരികൾ, ഇവിടെ നമ്മൾ അധികാരികൾ എന്ന് പറയുന്നത് നമ്മൾ അതോറിറ്റിക്കാണ് അധികാരികൾ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം അതോറിറ്റി. കത്തുകൾ എന്ന് പറയുമ്പോൾ എന്താ? ലെറ്റേഴ്സ്. അപ്പം കത്ത് എന്നായിരുന്നെങ്കിൽ നമുക്കിവിടെ ലെറ്റർ എന്ന് എഴുതാമായിരുന്നു. ഇത് കത്തുകൾ, ലെറ്റേഴ്സ്. ഇപ്പോൾ എഴുതി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എഴുതുക എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയണം? റൈറ്റ്. അപ്പോൾ ഇത് എഴുതി. അപ്പം കഴിഞ്ഞ കാര്യമായിട്ടാണ് എഴുതി എന്നുള്ളത്. അപ്പോൾ എഴുതി എന്നുള്ളതിന് നമ്മൾ റോട്ട്, നമ്മൾ റൈറ്റ് മാറ്റി റോട്ടാക്കി. റൈറ്റിൻ്റെ പാസ്റ്റ് ഫോം റോട്ട് എഴുതി. അപ്പോൾ ഷീ റോട്ട് ലെറ്റേഴ്സ് ടു ദ അതോറിറ്റി. അവൾ അധികാരികൾക്ക് കത്തുകൾ എഴുതി. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ഷീ ആണ് സബ്ജക്റ്റ്. വെർബ് എന്ന് പറയുന്നത് റോട്ട്. അപ്പം ഷീ സബ്ജക്റ്റാണ്. ഇവിടെ ജസ്റ്റ് ഷോർട്ട് ഫോമായിട്ട് എഴുതുക. വെർബ് എന്ന് പറയുന്നത് റോട്ടാണ്. അപ്പം നമ്മൾ നിങ്ങളുടെ ഞാൻ എഴുതിയേക്കാം, സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് എഴുതിയത്. അപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഷീ. അപ്പം പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് എന്ന് പറയുന്നത് എന്താ? റോട്ട്. അപ്പം റോട്ടിൻ്റെ പ്രസൻറ്റ് ടെൻസ് എന്താ? റൈറ്റ്. അപ്പോൾ റൈറ്റിനെ കൺവേർട്ട് ചെയ്ത് റോട്ട് ആണ് നമ്മളിവിടെ, പാസ്റ്റ് ഫോം റോട്ടാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ഷീ റോട്ട് ലെറ്റേഴ്സ് ടു ദ അതോറിറ്റി. അവൾ അധികാരികൾക്ക് കത്തുകൾ എഴുതി. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പം നെക്സ്റ്റ് പോയിന്റ് എന്താ? അവൾ ഗുരുതര ഭീഷണികളെ നേരിട്ടു. അപ്പം ഇതും നേരിട്ടു എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ കാര്യമാണ്. അപ്പോൾ അത് സിമ്പിൾ പാസ്റ്റ് ആൻഡ് സെൻറ്റൻസ് ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? അവൾ എന്ന് പറഞ്ഞാൽ ഷീ ഗുരുതര ഭീഷണികളെ നേരിട്ടു. അപ്പം നേരിട്ടു എന്ന് പറയുന്നത് ഫേസ്ഡ്, നേരിടുക, ഫേസ്ഡ്. ഇപ്പം നേരിട്ടു, ഫേസ്ഡ്. അപ്പം ഗുരുതര ഭീഷണികളെ നേരിട്ടു. സീരിയസ്, ഗുരുതരം എന്ന് പറഞ്ഞാൽ എന്താ? സീരിയസ്. ഭീഷണികളെ ത്രെറ്റ്സ്. അപ്പം അവൾ ഗുരുതര ഭീഷണികളെ നേരിട്ടു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം.
She faced serious threats. അപ്പം എങ്ങനെയാ? ഷീ ഫേസ്ഡ് സീരിയസ് ത്രെറ്റ്സ്. അവൾ ഗുരുതര ഭീഷണികളെ നേരിട്ടു. ഷീ ഫേസ്ഡ് സീരിയസ് ത്രെറ്റ്സ്. അപ്പം നമ്മളിവിടെ നേരിട്ടു എന്ന് പറയുന്നത് എന്താ? നേരിട്ടു നമുക്ക് കേൾക്കുമ്പോഴേ മനസ്സിലായി ഇതൊരു പാസ്റ്റ് ഫോം സെൻറ്റൻസ് ആണെന്ന്. നേരിടുക എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിടുക. ഷീ ഫേസ് സീരിയസ് എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇത് ഷീ ഫേസ്ഡ് എന്നാക്കിയത് എന്താ? നേരിട്ടു, കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്തിട്ടാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ അവൾ ഗുരുതര ഭീഷണികളെ നേരിട്ടു. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? ഷീ ആണ് സബ്ജക്റ്റ്. വെർബ് എന്ന് പറയുമ്പോൾ ഫേസ്ഡ്. അപ്പം ഷീ ഫേസ് സീരിയസ് ത്രെറ്റ്സ്. അപ്പോൾ എന്താ? സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്തിട്ടാണ് ഇതും എഴുതിയേക്കുന്നത്. അപ്പോൾ ഇവിടെ ഷീ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്. ഷീ എന്ന് പറയുന്നത് സബ്ജക്റ്റ്, ഫേസ്ഡ് എന്ന് പറയുന്നത് വെർബ്. അപ്പോൾ നമ്മളിവിടെ ഷീ ഫേസ്ഡ് സീരിയസ് ത്രെറ്റ്സ്. അപ്പോൾ ഷീ സബ്ജക്റ്റ്, പാസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ് ഫേസ്ഡ്. അവൾ ഗുരുതര ഭീഷണികളെ നേരിട്ടു. ഷീ ഫേസ്ഡ് സീരിയസ് ത്രെറ്റ്സ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? അവൾ ഫണ്ട് വിജയകരമായി നൽകി. അപ്പം നൽകി എന്ന് പറയുമ്പോൾ എന്താ? കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ ഇത് സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് ആണ്, നമുക്ക് മനസ്സിലാക്കാം. അപ്പം എങ്ങനെ എഴുതാം? അവൾ, ഷീ. അപ്പം നമ്മൾ നൽകുക എന്ന് വെച്ചാൽ എന്താ? ഗീവ്. അപ്പോൾ ഗീവിൻ്റെ പാസ്റ്റ് ഫോം നൽകി എന്നല്ലേ? കഴിഞ്ഞു പോയ കാര്യം നൽകി. അപ്പം നൽകി. അപ്പോൾ ഗീവിൻ്റെ പാസ്റ്റ് ഫോം നമ്മളിവിടെ എഴുതി ഗീവ്. ഷീ ഗേവ് എന്താ ചെയ്തത്? ഫണ്ട്സ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞാൽ എന്താ? വിജയകരമായി. വിജയകരമായി അവൾ ഫണ്ട് വിജയകരമായി നൽകി. ഷീ ഗേവ് ഫണ്ട് സക്സസ്ഫുള്ളി. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഷീ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ഗീവ് അല്ല, പാസ്റ്റ് ഫോം ഓഫ് ദ വെർബാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഗേവ് ആണ് ഇവിടുത്തെ വെർബ്. ഗീവ് എന്ന് പറഞ്ഞാൽ പ്രസൻ്റ് ആണ്. ഗേവിൻ്റെ പ്രസൻറ്റ് ഫോമാണ് ഗീവ്. അപ്പം നമ്മളവിടെ ഗീവിനെ മാറ്റി ഗേവാണ് ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഗീവിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് അത് ചെയ്തേക്കാം. നമുക്ക് ഗീവിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോം ഗേവ് എന്നാണ് യൂസ് ചെയ്ത് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് എഴുതാൻ വേണ്ടി. കാര്യം എന്താ? ഇതൊരു സിമ്പിൾ പാസ്റ്റ് ആൻഡ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ്. കാര്യം നൽകി. അപ്പം നമ്മൾ നൽകുക ഗീവ്. അപ്പം നൽകി ഗീവ് എന്നാക്കിയാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ സെയിം ഫോം യൂസ് ചെയ്തിട്ട് സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് എഴുതിയത്. അപ്പോൾ എങ്ങനെയാണ്? അത് ജസ്റ്റ് ഇവിടെ എഴുതിയേക്കാം. സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് വെർബാണ് യൂസ് ചെയ്ത് എഴുതിയത്. അപ്പം അവൾ ഫണ്ട് വിജയകരമായി നൽകി. ഷീ ഗേവ് ഫണ്ട് സക്സസ്ഫുള്ളി. അവൾ ഫണ്ട് വിജയകരമായി നൽകി. അപ്പം നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പം നെക്സ്റ്റ് പോയിന്റ് എന്താ? സ്വയം സേവകർ അവളെ സഹായിച്ചു. അപ്പം ഇതും സഹായിച്ചു എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ ഒരു സിമ്പിൾ പാസ്റ്റ് ആൻഡ് സെൻറ്റൻസ് ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? സ്വയം സേവകർ, വോളണ്ടിയേഴ്സ്, അവളെ, ഹർ, സഹായിക്കുക, ഹെൽപ്പ്. അപ്പോൾ സഹായിച്ചു എന്ന് പറയുമ്പോൾ ഹെൽപ്പിൻ്റെ പാസ്റ്റ് ഫോം നമുക്ക് യൂസ് ചെയ്ത് എഴുതാം. അപ്പോൾ എങ്ങനെയാണ്? സ്വയം സേവകർ അവളെ സഹായിച്ചു. വോളണ്ടിയേഴ്സ് ഹെൽപ്ഡ് ഹെർ നമുക്ക് എഴുതാം. VOLUNTEERS വോളണ്ടിയേഴ്സ്. നമ്മൾ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സഹായിക്കുക. അപ്പോൾ ഇവിടെ സഹായിച്ചു. അപ്പോൾ നമ്മളിവിടെ എന്താ? ED യൂസ് ചെയ്യും. പാസ്റ്റ് ഫോം ആക്കാൻ വേണ്ടി നമ്മൾ ED യൂസ് ചെയ്തു. വോളണ്ടിയേഴ്സ് ഹെൽപ്ഡ് ഹെർ, അവളെ സഹായിച്ചു. വോളണ്ടിയേഴ്സ് ഹെൽപ്ഡ് ഹെർ, സ്വയം സേവകർ അവളെ സഹായിച്ചു. വോളണ്ടിയേഴ്സ് ഹെൽപ്ഡ് ഹെർ. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വോളണ്ടിയേഴ്സ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഹെൽപ്ഡ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വെർബാണ്. അപ്പം നമ്മൾ സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്തിട്ടാണ് ഇതും നമ്മൾ എഴുതിയത്. അപ്പം വോളണ്ടിയേഴ്സ് ഹെൽപ്ഡ് ഹെർ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? ഇപ്പോൾ നദി വളരെ വൃത്തിയായി. അപ്പം ഈ ഒരു സെൻറ്റൻസ് കേൾക്കുമ്പോഴേ നമുക്കറിയാം ഇതൊരു പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം എന്താ? ഇപ്പോൾ എന്നുണ്ട്. കാര്യം ഇപ്പോഴത്തെ ഒരു കാര്യമാണ് പറയണത്. അപ്പോൾ ഒരു പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമുക്ക് എങ്ങനെ എഴുതാം? ഇപ്പോൾ, നൗ, വളരെ, വെരി, വൃത്തിയായി, ക്ലീൻ. അപ്പോൾ വളരെ വൃത്തിയായി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? വെരി ക്ലീൻ. അപ്പം നൗ ദ റിവർ ഈസ് വെരി ക്ലീൻ. ഇപ്പോൾ നദി വളരെ വൃത്തിയായി. നൗ ദ റിവർ ഈസ് വെരി ക്ലീൻ. നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്താ? ഗ്രാമവാസികൾ അവളുടെ ശ്രമത്തെ പ്രശംസിച്ചു. അപ്പം പ്രശംസിച്ചു ഇപ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ ഇതൊരു സിമ്പിൾ പാസ്റ്റ് ആൻഡ് സെൻറ്റൻസ് ആണ്.
നമുക്ക് മനസ്സിലാവും ഇക്കാര്യം നമുക്ക് ഇതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. പ്രശംസിച്ചു, അവർ പ്രശംസിച്ച് കഴിഞ്ഞ കാര്യമാണ്. അപ്പം സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെയാണ്? ഗ്രാമവാസികൾ, വില്ലേജേഴ്സ്, അവളുടെ ശ്രമത്തെ. അപ്പം ഇവിടെ അവൾ എന്ന് പറഞ്ഞ് അവളുടെ, അപ്പം ഹർ, അവൾ എന്ന് പറഞ്ഞാൽ ഷീ, അവളുടെ ഹർ, അവളുടെ ശ്രമത്തെ. ശ്രമം എന്ന് വെച്ചാൽ എന്താ? എഫോർട്ട്. അപ്പം ഹർ എഫോർട്ട്. പ്രശംസിക്കുക, പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് പല കുറേ വേർഡ്സ് ഉണ്ട് പ്രശംസിക്കും ഇംഗ്ലീഷിൽ. അപ്പം ഇവിടെ നമുക്ക് യൂസ് ചെയ്യാം അപ്രിഷിയേറ്റഡ്. അപ്പം ഗ്രാമവാസികൾ അവളുടെ ശ്രമത്തെ പ്രശംസിച്ചു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പം പ്രശംസിച്ചു കഴിഞ്ഞുപോയ കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ അപ്രിഷിയേറ്റ് അല്ലെങ്കിൽ അപ്രിഷിയേറ്റ് എന്ന് പറഞ്ഞാൽ മതി. പ്രശംസിക്കുക. ഇവിടെ പ്രശംസിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ED യൂസ് ചെയ്ത് പാസ്റ്റ് ഫോം ആക്കി എഴുതണം അതിനെ. അപ്പം എങ്ങനെ എഴുതും നമുക്ക്? വില്ലേജേഴ്സ്, വില്ലേജേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാമവാസികൾ, വില്ലേജേഴ്സ്. ഇത് ആണ്, GERS, വില്ലേജേഴ്സ്. അപ്രിഷിയേറ്റഡ്, RECIATED, അപ്രിഷിയേറ്റഡ്. വില്ലേജേഴ്സ് അപ്രിഷിയേറ്റഡ് ഹർ എഫോർട്സ്. എഫോർട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ശ്രമത്തെ. അപ്പം വില്ലേജേഴ്സ് അപ്രിഷിയേറ്റഡ് ഹർ എഫോർട്സ്. അപ്പോൾ ഇവിടെ നമ്മൾ അപ്രിഷിയേറ്റിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കി ED യൂസ് ചെയ്ത് അതിനെ പാസ്റ്റ് ഫോം ആക്കി അപ്രിഷിയേറ്റഡ്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വില്ലേജേഴ്സ് ആണ് സബ്ജക്റ്റ്. അപ്രിഷിയേറ്റഡ് എന്ന് പറയുന്നത് വെർബാണ്. അപ്പം വില്ലേജേഴ്സ് അപ്രിഷിയേറ്റഡ് ഹർ എഫോർട്സ്. അപ്പോൾ ഇവിടെ നമ്മൾ സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതിയേക്കുന്നത്. പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ്. അപ്പം ഇങ്ങനെയാണ്. ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ വില്ലേജേഴ്സ് ആണ് സബ്ജക്റ്റ്, P ആണ്. അപ്പം പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് എന്ന് പറയുമ്പോൾ എന്താ? അപ്രിഷിയേറ്റഡ്. അപ്പോൾ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രസൻറ്റ് ഫോം എന്താ? അപ്രിഷിയേറ്റ്. നമ്മൾ ED യൂസ് ചെയ്തിട്ട് തന്നെ പാസ്റ്റ് ഫോം ആക്കി. അപ്പോൾ എങ്ങനെയാണ്? വില്ലേജേഴ്സ് അപ്രിഷിയേറ്റഡ് ഹർ എഫോർട്സ്. നെക്സ്റ്റ് പോയിന്റ് നമുക്ക് പഠിക്കാം. അപ്പം നമ്മുടെ ലാസ്റ്റ് പോയിൻ്റാണ് ഇനി. അവൾ നിരവധി സ്ത്രീകൾക്ക് പ്രചോദനം നൽകി. അപ്പം നൽകി എന്ന് പറയുന്നത് കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം ഇതും ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം ഇതെങ്ങനെ നമുക്ക് എഴുതാമെന്ന് നമുക്ക് നോക്കാം. അവൾ ഷീ, നിരവധി സ്ത്രീകൾക്ക്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? മെനി വുമൺസ്. നിരവധി എന്ന് പറഞ്ഞാൽ മെനി, സ്ത്രീകൾ വുമൺ. അപ്പം പ്രചോദനം നൽകി. അപ്പം നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അവൾ നിരവധി സ്ത്രീകൾക്ക് പ്രചോദനം നൽകി. അപ്പോൾ ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. ഷീ ഇൻസ്പയർഡ് മെനി വുമൺസ്. അപ്പം ഇവിടെ പ്രചോദനം നൽകി എന്ന് പറയുന്നത് ഇൻസ്പയർഡ്. അപ്പം ഇവിടെ നമ്മൾ ED യൂസ് ചെയ്തതിനെ പാസ്റ്റ് ഫോം ആക്കി. നമുക്ക് ഇതിൻ്റെ പ്രസൻറ്റ് ഫോം എന്താ? ഇൻസ്പയർ. അപ്പം ഇൻസ്പയർഡ് എന്ന് പറയുമ്പോൾ ED നമ്മൾ യൂസ് ചെയ്തത് ഇൻസ്പയറിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കി. ഇൻസ്പയർഡ്. അപ്പോൾ ഷീ ഇൻസ്പയർഡ് മെനി വുമൺസ്. അവൾ നിരവധി സ്ത്രീകൾക്ക് പ്രചോദനം നൽകി. ഷീ ഇൻസ്പയർഡ് മെനി വുമൺസ്. അപ്പം ഇതും ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഇവിടെ ഷീ ആണ് ഇവിടെ സബ്ജക്റ്റ്, ഇൻസ്പയർഡ് ആണ് ഇവിടുത്തെ വെർബ്. അപ്പം ഇൻസ്പയറിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കി ഇൻസ്പയർഡ് ആക്കിയതാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. നമ്മുടെ ഇവിടുത്തെ ഈ ഒരു കഥ ഇവിടെ അവസാനിച്ചു. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. Bye friends.